പ്ലാൻ ഉണ്ട്, എത്ര ദിവസം പഠിക്കാനുണ്ട്, ക്ലാസ്സിൽ വരുന്നു, വീണ്ടും പഠിപ്പിക്കുന്നു, പിന്നെ എക്സാം എഴുതിക്കുന്നു, അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും 2 മാസം എക്സാം ആണ് നീറ്റുകാർക്ക്. ഇനി ജെഇക്കാർക്കാണെങ്കിൽ phase 1 കഴിഞ്ഞാൽ phase 2 പ്രിപ്പറേഷൻ ആണ്, പിന്നെയുള്ള 2 മാസം ഏപ്രിൽ വരെ. ജെഇ മെയിൻ 2 കഴിഞ്ഞാൽ അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ എക്സ്ക്ലൂസീവ് ആയിട്ട് കിടക്കും. ഇനി അപ്പോഴത്തേക്ക് ചില ആളുകൾക്ക് പറയാം അഡ്വാൻസിനേക്കാൾ കൂടുതൽ വേണ്ടത് കീമിലേക്ക് പോകണമെന്നുള്ളവർക്ക് അങ്ങനെയും തരും. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. ചില ആളുകൾ അങ്ങനെ പറയുന്നവരുണ്ടാവും. അങ്ങനെ ബാച്ച് സ്പ്രെഡ് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അതുവരെ നിങ്ങളെ കൊണ്ടുപോകും. നീറ്റുകാരെ മെയ് 4-നാണ് നീറ്റ് വരിക. ആ മെയ് 4 വരെയുള്ള തലേദിവസം വരെ നിങ്ങളുടെ കൂടെ എന്ത് ചെയ്യും, ക്ലാസ്സുമായിട്ട് നമ്മൾ ഉണ്ടാകും. നിങ്ങളുടെ കൂടെ എഫേർട്ട് എടുത്താൽ കിട്ടും. ഈ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ കണ്ണിൽ കാണുന്നത് അവസാന ദിവസം വരെ ഉണ്ടെങ്കിൽ നിങ്ങൾ റിസൾട്ടാണ്. മൂന്നാമത്തെ അക്കാഡമിക് ഇയറിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് നോട്ട് എഴുതി സമയം പോകുന്നു, അതുകൊണ്ട് കുറച്ചുകൂടെ നോട്ട് എഴുതാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യാനാവുമോ എന്ന മടി പിടിച്ച ചോദ്യമാണ് ചോദിച്ചത്. പക്ഷെ ആ മടിയെ അഡ്രസ് ചെയ്താണ് DPP ഉണ്ടാക്കിയതും മൈൻഡ് മാപ്പ് ഉണ്ടാക്കിയതും ഇന്ന് കാണുന്ന ഷെഡ്യൂളിന് യോജിച്ച രൂപത്തിലേക്ക് വീഡിയോ ക്ലാസ്സുകളെ മാറ്റിയതും ഒന്നും സ്വയം കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളല്ല. സൈലമുണ്ടാക്കി എന്ന് പറയുന്ന നേട്ടങ്ങളൊന്നും സൈലമുണ്ടാക്കിയതല്ല. സൈലത്തിനകത്ത് പഠിച്ച കുട്ടികൾ ഞങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾ